ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. ഓർമ്മിക്കുക, ദൈവത്തിന് മനുഷ്യന്റെ മുഖമുണ്ട്. മനുഷ്യന് ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും നൽകപ്പെട്ടുവെന്ന് പഴയ നിയമം പഠിപ്പിക്കുന്നു. എന്നാൽ പുതിയ നിയമം പറയുന്നു ദൈവത്തിന് മനുഷ്യന്റെ മുഖമാണെന്ന്. ദൈവം സമീപസ്ഥനാണ്. നാം മനുഷ്യനോട്, സഹോദരനോട്, മാതാപിതാക്കന്മാരോട്, ഗുരുക്കന്മാരോട്, സഹജീവികളോടടുക്കുമ്പോൾ ദൈവത്തോടടുക്കുന്നു. ഒരു സ്ത്രീയിൽ നിന്ന് ജനിക്കുകയും അവൾ പാലൂട്ടി പരിപാലിച്ച് പരിചരിച്ചും സംരക്ഷിച്ചും വളർത്തപ്പെട്ട ഒരു ദൈവത്തെ മനുഷ്യന് വിശ്വസിക്കുവാൻ അത്ര എളുപ്പമല്ല. എന്നാൽ ആ സ്ഥിതിയിലാണ് പരിശുദ്ധ മറിയം ദൈവപുത്രൻ തന്നിൽ നിന്നും പിറക്കുമെന്ന സന്ദേശത്തിന് മുൻപിൽ പതറാതെ സ്വയം സമർപ്പിച്ചത്. പരിശുദ്ധാത്മാവ് നമുക്ക് സഹായകനാകുന്നതുപോലെ മറിയം തന്റെ സഹോദരങ്ങൾക്ക് സഹവാസിയും സഹായകയുമായി മാറുന്നു. ഏലീശായെ സഹായിക്കുമ്പോഴും കാനായിലെ വിവാഹവിരുന്നിൽ ആ കുടുംബത്തെ സഹായിക്കുമ്പോഴും സ്ലീഹന്മാരോടൊപ്പം പ്രാർത്ഥിക്കുമ്പോഴും ആത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് സുവിശേഷ പ്രഘോഷകരായി പോകുന്ന സ്ലീഹന്മാരോടൊപ്പം നിൽക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ സ്വഭാവം വ്യക്തമാക്കപ്പെടുന്നു. ദൈവം വിശക്കുന്നവനായും ദാഹിക്കുന്നവനായും പരദേശിയായും നഗ്നനായും രോഗിയായും അവിടുന്ന് എപ്പോഴും നമുക്ക് സമീപസ്ഥനാണ്. ഈ സാമീപ്യത്തിന്റെ സുവിശേഷത്തിന് വിരുദ്ധമായി വാതിൽ കൊട്ടിയടച്ച ബെത്ലഹേം നിവാസികളാണ് ദൈവപുത്രനെ കാലിത്തൊഴുത്തിലേക്ക് തള്ളിവിട്ടതെങ്കിൽ നാമും ഓർക്കണം നാം എങ്ങനെയെന്ന്. ക്രൈസ്തവ വിശ്വാസം ഏറ്റവും വലിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമ്മാനമാണ് നൽകുന്നത്. ഈ സമ്മാനം കരുണാദ്ര പ്രവൃത്തിയിലൂടെ നൽകാവുന്നതാണ്. ഒരു ചെറിയ സഹായത്തിലൂടെ, ഒരുവനോട് ക്ഷമിക്കുന്നതിലൂടെ. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്കതിന് പ്രേരണയാവണം. കർത്താവായ ഈശോയെ സ്വീകരിക്കുകയും അവനിൽ ജീവിക്കുകയും വേരുറപ്പിക്കപ്പെടുകയും പണിതുയർത്തപ്പെടുകയും ചെയ്ത് നാം സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചുകൊണ്ട് കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകി ജീവിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും ജനിക്കേണം സഖേ, വീണ്ടും ജനിക്കേണം, വീണ്ടും ജനിക്കേണം സഖേ, വീണ്ടും ജനിക്കേണം, വീണ്ടും ജനിക്കേണം ദൈവരാജ്യം കാൺമാൻ, വീണ്ടും ജനിക്കേണം ദൈവരാജ്യം കാൺമാൻ, വീണ്ടും ജനിക്കേണം സഖേ, വീണ്ടും ജനിക്കേണം. വീണ്ടും ജനിക്കണം ആത്മാവിനാലെ നീ, വീണ്ടും ജനിക്കണം ആത്മാവിനാലെ നീ. ഉണ്ടാകണം പുതുജന്മം നിനക്കിനി, ഉണ്ടാകണം പുതുജന്മം നിനക്കിനി. വീണ്ടും ജനിക്കണം സഖേ, വീണ്ടും ജനിക്കണം. ഭക്ത
ഭക്തനായെന്നാലും പ്രാർത്ഥന ചെയ്താലും ഭക്തനായെന്നാലും പ്രാർത്ഥന ചെയ്താലും നിത്യവും വേദങ്ങൾ എത്ര പഠിച്ചാലും നിത്യവും വേദങ്ങൾ എത്ര പഠിച്ചാലും വീണ്ടും ജനിക്കേണം സഖേ വീണ്ടും ജനിക്കേണം. പാപസ്വഭാവവും ജീവിതവും മാറി പാപസ്വഭാവവും ജീവിതവും മാറി ദേവനിൽ നിന്നുള്ള ജീവൻ ലഭിക്കണം ദേവനിൽ നിന്നുള്ള ജീവൻ ലഭിക്കണം. വീണ്ടും ജനിക്കേണം സഖേ വീണ്ടും ജനിക്കേണം. മാനവരിൻ ബുദ്ധി ജ്ഞാനത്തിനാലല്ല മാനവരിൻ ബുദ്ധി ജ്ഞാനത്തിനാലല്ല വാനവന്റെ കൃപാദാനത്തിനാലേ നീ വാനവന്റെ കൃപാദാനത്തിനാലേ നീ വീണ്ടും ജനിക്കേണം സഖേ വീണ്ടും ജനിക്കേണം. ഒന്നാമതാമിനാൽ വന്ന ശാപം നീങ്ങി ഒന്നാമതാമിനാൽ വന്ന ശാപം നീങ്ങി രണ്ടാമതാമിനാൽ ഉണ്ടാകണം ജീവൻ രണ്ടാമതാമിനാൽ ഉണ്ടാകണം ജീവൻ. വീണ്ടും ജനിക്കേണം സഖേ വീണ്ടും ജനിക്കേണം. വീണ്ടും ജനിക്കേണം ദൈവരാജ്യം കാണാൻ വീണ്ടും ജനിക്കേണം സഖേ വീണ്ടും ജനിക്കേണം.